ഒന്നെങ്കിൽ വന്നേ. മാധവൻ മെതിരി വൈകിക്കാൻ വന്നോ? ഈ ഭൂമിയുടെ ഏതറ്റത്തുണ്ടെങ്കിലും ആ കൈവറവനെ ഞങ്ങൾ പോക്കും. വണ്ടി കയറോ. വൈദ്യർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുമോ? ഇക്കണ്ട കാലത്തിനിടയ്ക്ക് എത്രയെത്ര സൂക്കേടാ വൈദ്യര് മാറ്റിയത്. ഇതിപ്പോ മരുന്ന് മാറിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോ ഏത് ദേവേന്ദ്രനും പറ്റൂലോ അബദ്ധം, പിന്നല്ലേ വൈദ്യര്. ഏതായാലും ആള് തട്ടിപ്പോയ സ്ഥിതിക്ക് വൈദ്യരുടെ കാര്യം പോക്കാം. എന്താ സംഭവം? അച്ഛനെന്തോ മരുന്ന് മാറിക്കൊടുത്തു എന്നോ ഒരാള് മരിച്ചു എന്നോ അവരച്ഛനെ തേടി ഇറങ്ങിയിരിക്കുക. ഒന്ന് കിടക്കണുണ്ടോ? കിടക്കേ, അവനെ വെട്ടിക്കൊല്ലാണ്ട് എനിക്ക് ഉറക്കം വരില്ല. അങ്ങാടി മരുന്നിന്റെ പേര് പോലും അറിയാൻ വയ്യാത്തവനാ ചികിത്സിക്ക. ഇനി വരട്ടെ, എന്റെ മകനാണെന്ന് നോക്കില്ല ഞാൻ. വെട്ടി അരിഞ്ഞ് കഷ്ണമാക്കും ഞാൻ. നിങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കൂ. എങ്ങനാ സമാധാനിക്ക? കൊലക്കേസല്ലേ നിന്റെ മോൻ ചെയ്തു വെച്ചേക്കണേ? ഒരു കയ്യബദ്ധം പറ്റിപ്പോയതല്ലേ. അങ്ങനെ പറഞ്ഞാ പോലീസും കോടതിയും വെറുതെ വിടുമെന്നാ നിന്റെ വിചാരം? അത് പോട്ടെ, അവൻ ചികിത്സിച്ച് കൊന്ന് ആരെയാ? 10-17 കൊലക്കേസിലെ പ്രതി മണിമല മാത്തച്ഛന്റെ തന്തയാ. മാത്തച്ഛന്റെ കയ്യിലെങ്ങാനും കിട്ടിയാലുണ്ടല്ലോ, കഴിവട മോനെ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കും. കണ്ടവന്റെ കൈകൊണ്ട് ചാകുന്നതിലും ഭേദം ഞാൻ തന്നെ അങ്ങ് അവസാനിപ്പിക്ക. ഇനി വരട്ടെ. കുഞ്ഞികൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിയും പട്ടണത്തിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പത്രത്തില് കാണാനില്ല എന്നൊരു വാർത്ത കൊടുത്താൽ നന്നായിരിക്കും. ആ മാത്തച്ഛന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതായിരിക്കും, അല്ലാതെ എവിടെ പോവാനാ? ആ കിളവൻ ചത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് മാത്തച്ഛനെ വിട്ടുകൂടെ? ഇടത്തെ കൈന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു എന്നല്ലാതെ പേടിച്ച പോലൊന്നും സംഭവിച്ചില്ലല്ലോ. ഇനിയിപ്പൊ കൈ കുഴഞ്ഞു പോയതിന്റെ പേരിൽ കുഞ്ഞേഷനെ അവരെന്തെങ്കിലും ചെയ്തോ എന്നാണ് എന്റെ സംശയം. ഇവിടെ ആരും ആ കുട്ടിക്ക് മനസ്സമാധാനം കൊടുത്തിട്ടില്ല. ചെയ്യുന്നതൊക്കെ കുറ്റം. എത്ര കാലം വെച്ചാ സഹിക്ക? ഇത്തിരി വെള്ളം ചോദിച്ചു വാങ്ങി കുടിക്കാനുള്ള ബുദ്ധിയും കൂടി ഇല്ല. കരയാതെ രക്ഷപ്പെടുത്തി. കുഞ്ഞേഷ്ണൻ ദൂരെ എങ്ങും പോയിട്ടുണ്ടാവില്ല. ഇങ്ങനെ കരഞ്ഞാ വല്ല സൂക്കേടും പിടിക്കൂലേ? എണീറ്റ് വന്ന് വല്ലതും കഴിക്കമ്മായി. വേണ്ട മോളെ, ഒന്നും ഇട്ടുണ്ടെന്ന് ഇറങ്ങില്ല. എന്റെ പെങ്ങള് വിഷമിക്കാണ്ടിരിക്കേ. അവൻ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ അങ്ങനെ വല്ല സംഭവിച്ചാ തന്നെ അത് വിധിയാണെന്ന് കരുതിയാ മതി. എന്താ വെച്ചാ ഇത്? ഇങ്ങനെയൊക്കെയാ സംസാരിക്കാ? മോളെ, നമ്മൾ എന്ത് മുന്നിൽ കാണണം? വരാനുള്ളതൊക്കെ വഴി തങ്ങുമോ? നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? ആ, എന്റെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അളിയോ, അളിയൻ വിഷമിക്കണ്ട. വയറ് വിശക്കുമ്പോ അവനിങ്ങോട്ട് വരും. എനിക്ക് തോന്നണില്ല. മാത്തച്ഛന്റെ അച്ചായൻ മരിച്ചു തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോഴും അവന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കില് മണിമല മാത്തച്ഛന്റെ അച്ചായൻ മരിച്ചിട്ടില്ല എന്നൊരു നോട്ടീസ് അടിച്ച് നാടൊട്ടുക്ക് അങ്ങനെ വിതരണം ചെയ്താലോ? വേണ്ടല്ലേ? ഒരു കണക്കിന് ഇതൊരു ഭാഗ്യമാണെന്ന് കൂടി കരുതിയാ മതി. ഇന്ദുലേഖയുടെയും ഉണ്ണിയുടെയും കല്യാണത്തിന് ഇവനൊരു വലിയ തലവേദനയായനെ. ശിവശങ്കര, ഞാൻ പോയിട്ട് നാളെ വരാം. നമ്മുടെ ഉണ്ണീഷൻ അല്ല, ഡോക്ടർ ഉണ്ണീഷൻ വെറും പനി തലവേദനയെ മാത്രം ചികിത്സിക്കുന്ന ഡോക്ടറല്ല. ഓപ്പറേഷൻ പണി പഠിച്ചിട്ടുണ്ട്. ഹൃദയം, ലിവറ്, ഇനിയിപ്പോ ക്യാൻസർ ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടുകാർ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നൊരു കാര്യം, ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവാക്കി പഠിച്ച ഒരു തൊഴിലാണ്. അതുകൊണ്ട് നല്ല പോലെ ഫീസും വാങ്ങിക്കും.
എന്തിനാ ഇതൊക്കെ പറയണേ? അല്ലല്ലയാ, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ. നാട്ടുകാരനാണ്, നമ്മുടെ വൈദ്യന്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു 5 ഉറുപ്പിക ചൂട്ടി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരും. ആദ്യം ഇവിടെ നടക്കില്ല. അച്ഛാ വിളക്ക് കൊടുത്താം. രാഹുകാലം കഴിഞ്ഞല്ലോ. എന്താ ഉണ്ണികൃഷ്ണൻ നോക്കി നിൽക്കണേ? ഞാൻ റെഡിയാ. ആ, ലക്ഷ്മിയുടെ വിളക്ക് കൊളുത്താൻ നേരിട്ട് അവള് സമയമായപ്പോ വലിഞ്ഞോ? ആ, പറഞ്ഞ പോലെ അവളെന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. നീ വാ. അമ്മേ, അമ്മേ. ആ, നല്ല ആളാ. ഇവിടെ വന്നിരിക്ക. മുഹൂർത്തായി. അവിടെ എല്ലാരും അമ്മയെ കിടന്ന് തിരക്കണു. എന്താ ഇത്? നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോ അമ്മ ഇങ്ങനെ കരഞ്ഞാലോ? എന്റെ കുഞ്ഞേഷൻ നാടൊട്ടുക്കും തെരഞ്ഞില്ലേ നമ്മള്? പത്രത്തിൽ പരസ്യവും കൊടുത്തു. എന്നിട്ട് അവന്റെ ഒരു വിവരമില്ലല്ലോ. പത്രം വായിക്കുന്ന സ്വഭാവം ഏട്ടന് പണ്ടേ ഇല്ലല്ലോ. അത് നമ്മൾ എന്താ ചെയ്യാ? എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാ മതിയായിരുന്നു. ഉണ്ടാവും. അല്ലാതെ എന്ത് സംഭവിക്കാനാ ഏട്ടന്? അമ്മ സമാധാനമായിട്ടിരിക്കെ. ഏട്ടൻ തിരിച്ചു വരാതിരിക്കില്ല. എന്റെ മനസ്സ് അങ്ങനെ പറയണു. അമ്മ വാ. വാ അമ്മായി വാ. വാ. നന്നായി വരട്ടെ. അത്തേക്കില്ല. ആദ്യമായിട്ടാ കുഴല് നിന്റെ നെഞ്ചത്ത് തന്നെ വെച്ചോളൂ. രാത്രിയുള്ള വലവിന്റെ അസ്കതിക്ക് നിന്റെ ചികിത്സ തന്നെ ആവട്ടെ. ഒന്ന് ശ്വാസം വലിച്ചു വിട്ടോളൂ. രാത്രി ശരിക്ക് വലിക്കുന്നുണ്ടാവും. ഈ മരുന്ന് ഇന്ന് തന്നെ വാങ്ങണം. ആ, എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓരോന്ന് കഴിച്ചാൽ മതി. ആ. മാറിക്കോളൂ. ദാ. വാങ്ങിച്ചോളൂ, ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഒരുപാട് കൊടുത്ത കയ്യാ, കൈ നിറയെ പൊലിയും. ആ, ആ. ആ, ഇനി അടുത്ത രോഗി വന്നോളൂ. നമുക്ക് അങ്ങനെ വെളിയിൽ നിൽക്കാം. ആ, പഠിച്ച് പട്ടം വാങ്ങുന്നതിലല്ല കാര്യം, അത് പ്രയോഗത്തിൽ വരുത്തുന്നില്ല. വരുന്ന രോഗികളോട് നന്നായിട്ട് പെരുമാറുകയും വേണം. അതൊന്നും ഉണ്ണീഷോട് പറഞ്ഞു കൊടുക്കണ്ട. മിടുക്കനല്ലേ അവൻ, മിടുക്കൻ. ഞാനും ലക്ഷ്മി കുട്ടിയും നേർച്ച എത്ര നേർന്നാന്നറിയുവോ അവൻ ഈ നിലയിൽ എത്തിക്കാണാൻ? ഞാനും എത്ര നേരത്തെ ചേർന്ന ആളിയാ. ആ വകയിൽ എനിക്ക് കാശ് എത്ര പോയി. ഉവ്വ് ഉവ്വ്. ഇനി എനിക്കൊന്ന് വിശ്രമിക്കണം. അത് വേണം അളിയാ. കണ്ട കാടും പടലയും പറിച്ചെടുത്ത കാച്ച് കഷായാണെന്ന് പറഞ്ഞ് ചുമ്മാ വിറ്റ് കാശുണ്ടാക്കണ പണിയല്ലേ. അത് നിർത്തണ്ട. എന്താ പറഞ്ഞ്? ഈ മരുന്ന് ഷാപ്പിന്റെ ഉദ്ഘാടനം കഴിയട്ടെ എന്ന് വെച്ചാ അപ്പോ ഇനി നമ്മൾ തീരുമാനിച്ച കാര്യമായി നടത്താലോ. ഏത് കാര്യം? ഇന്ദുവിന്റെയും ഉണ്ണിയുടെയും കല്യാണത്തിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവൻ ഒറ്റയ്ക്കൊന്ന് പച്ച പിടിച്ചിട്ട് പോരെ? അത് കാര്യമില്ല. തിരയിളങ്ങിയിട്ട് കപ്പലോടിക്കാത്ത പരിപാടി വേണ്ടളിയാ. പഠിപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇത്രയും നാളം കാത്തു നിന്നു. ഇനി പച്ച പിടിക്കട്ടെ എന്ന് പറഞ്ഞ് എത്ര നാളെ കാത്തു വെക്കും. ഉടനെ നടത്താളിയാ. എനിക്ക് ആകെയുള്ള ഒരു മോള. അവളെ പിടിച്ച് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ പിന്നെ സമാധാനമായിട്ട് എനിക്ക് കണ്ണടയ്ക്കാമല്ലോ. കണ്ണടയ്ക്കാൻ ധൃതിയായോ തനിക്ക്? അതല്ല, ശുഭസ്യ ശീക്രം എന്നാണല്ലോ. ആ, ഒരു ജോത്സ്യരെ വരുത്തി നല്ലൊരു ദിവസം കാണാം നമുക്ക്. ദാ. ആ, പ്രൊസീഡ്. പോലീസ് ഇവിടെ എവിടെ? തിരിശ്ശേരി മാധവ മന്ത്രിയുടെ വീട് ഇവിടെ അടുത്താ. ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്ക. എന്താ വിശേഷിച്ച്? എടോ, ചോദ്യങ്ങൾ പോലീസുകാരനോട് ചോദിക്കരുത്. നിന്റെ അമ്മയുടെ 16 യന്ത്രത്തിന് പടോ. നാളെ ഇവിടെ കല്യാണമല്ലേ? എന്താണോ പോലീസും പട്ടാളോ ഒക്കെ? എന്താണെന്ന് അറിയില്ല. ഒന്ന് ഉത്സാഹമായിട്ട് ചെയ്യണ്ട കേശവ. ആ, എത്തിയല്ലോ. ആ, 2 ഗൗരീഗാത്രത്തിന്റെ കൊല ഇവിടെ അങ്ങനെ വെച്ചോളൂ. എന്താ, എന്ത് പറ്റി ഉണ്ണി? ഉണ്ണി
ശിവശങ്കരൻ നായർ. അതെ. നിങ്ങളൊന്ന് വരൂ. ആരെങ്കിലും തല്ലിക്കൊന്ന് റെയിൽവേ ട്രാക്ക് ഇട്ടതാണോ അതോ സ്വയം ചാടി മരിച്ചതാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ വയ്യ. ഏതായാലും നിങ്ങളുടെ മരുമകൻ എന്ന് പറയപ്പെടുന്ന കുഞ്ഞികൃഷ്ണന്റെ ശരീരം ആകെ ചിന്ന ഭിന്നമായി കഴിഞ്ഞു. തലച്ചോറൊന്നും കാണാനേ ഇല്ലായിരുന്നു. അത് പിന്നെ അങ്ങനെ ഒരു സാധനം ഇല്ലാത്തോണ്ടായിരിക്കാം. നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ? പരേതൻ ധരിച്ചിരുന്ന മുണ്ടും ഷർട്ടും കയ്യിലുണ്ടായിരുന്ന വാച്ചും പേഴ്സിലുണ്ടായിരുന്ന 90 രൂപ 75 പൈസയും ഒരു ജോഡി ഹവായി ചെരുപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പേപ്പേഴ്സ് സൈൻ ചെയ്ത് കൈപ്പറ്റാം. എന്നാലും എന്റെ ഗുരുവായൂരപ്പ, ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ. നല്ലവരെ ദൈവം നേരത്തെ വിളിക്കുമല്ലോണ്ടേ. ഒക്കെ സഹിക്കുക, സമാധാനിക്കുക, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുക? എന്നാലും എന്റെ കുഞ്ഞീഷ്ണന് ഈ വിധി വന്നല്ലോ. ഞാനൊന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ. അച്ഛനും അമ്മയും ഒന്നും വിവരം അറിഞ്ഞിട്ടില്ല. ഭാഗ്യായി. എങ്കിൽ തൽക്കാലം അറിയിക്കണ്ട. അവരെ മാത്രമല്ല ആരെ അറിയിക്കണ്ട. ആളെ തന്നെ നമുക്ക് ഈ കല്യാണം അങ്ങോട്ട് നടത്താം. താലികെട്ടും സന്ധ്യം കഴിഞ്ഞിട്ട് കാര്യം പുറത്തു വിട്ടാ മതി. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അമ്മാവാ, പോയവൻ ഏതായാലും പോയി. ഇനി എന്റെ കാശ് പോവാന്ന് പറഞ്ഞാൽ ഇക്കണ്ട കാര്യങ്ങൾക്കൊക്കെ ഉറുപ്പി എത്ര ചെലവായെന്ന വിചാരം. ചതിക്കല്ലേ എന്റെ ഉണ്ണിയെ. ഒന്ന് നിർത്തും അമ്മാവാ. സ്വന്തം കൂടെ പറപ്പാ ചെതറി തെറിച്ച് പോയത്. അതൊന്ന് പെറുക്കി ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പേ വേണം ഈ കല്യാണം കച്ചേരിയൊക്കെ. ചാക്കോ, നിന്നെ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചല്ലേടാ. നിന്നെ നല്ലൊരു ചാൻസ്. നമസ്കാരം. മരണം, ദുഃഖാചരണം, മുറിപ്പാടുകൾ മാഞ്ഞു എന്ന തോന്നൽ എല്ലാം കഴിഞ്ഞ് മരിച്ചയാൾ തിരിച്ചു വന്നാൽ അച്ഛൻ, അമ്മ, സഹോദരൻ, ഭാര്യ ആരായാലും അയാളെ എങ്ങനെ സ്വീകരിക്കണം എന്നറിയാതെ വലയും എന്നെനിക്കറിയാം. നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു തിക്കുമുട്ടൽ ഞാൻ ഉണ്ടാക്കുകയില്ല. കാലദേശം അറിയാതെയുള്ള പ്രയാണത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ ജന്മനാടിന്റെ വിളി ഞാൻ കേട്ടു. മടങ്ങാം എന്ന് തോന്നി മടങ്ങി. ഇവിടെ അടുത്ത് തന്നെ എന്റെ ശിഷ്യന്മാർ എനിക്കൊരാശ്രമം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് പോകും മുമ്പ് എന്റെ പൂർവ്വജന്മത്തിലെ പിതാവിനെ, മാതാവിനെ, സഹോദരനെ ഒക്കെ ഒന്ന് തൃക്കൺ പാർക്കാം എന്ന് കരുതി അത്രയേ ഉള്ളൂ ഈ വരവിന്റെ ഉദ്ദേശം. മോനെ കുഞ്ഞേഷ, ഇങ്ങനെ തീരിട്ടിക്കാൻ എന്നോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ആരും തെറ്റു ചെയ്യുന്നില്ല, ശരിയും ചെയ്യുന്നില്ല. ശരിക്കും തെറ്റിനുമിടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്ന നിസ്സഹായരായ കൃമി കീടങ്ങളാണ് നമ്മൾ.
അല്ലേ അമ്മാവ? ചിലപ്പോ അങ്ങനെയായിരിക്കും. അമ്മാവൻ പഴയതുപോലെ തന്നെ, ഇപ്പോഴും ഒന്നിനും ഒരു ഉറപ്പില്ല. കുഞ്ഞേഷോടെ നിൽക്കാ. നിൽക്കാൻ പറഞ്ഞത് ശരീരത്തിനോടോ ആത്മാവിനോടോ? ഈ ഭ്രാന്ത് പറിച്ചു നിർത്തി ഇങ്ങോട്ട് കയറി വരണുണ്ടോ നീയാ? ഭ്രാന്ത്? വെളുത്തതെല്ലാം പാലല്ലച്ച, കറുത്തതെല്ലാം ലേഹ്യവുമല്ല. എന്റെ അന്തരാത്മാവിനെ കശക്കേറിഞ്ഞ ആളാണെങ്കിലും അച്ഛനെന്നും എന്റെ അച്ഛനായിരിക്കും. എന്റെ സഹോദരൻ ഉണ്ണിയെ അച്ഛന്റെ അമാരകമായ ചിറകിനടിയിൽ നിന്നും പുറത്തേക്ക് വിടുവച്ച. മോനെ ഉണ്ണി, നീ രോഗികളെ ശുശ്രൂഷിക്കൂ, അവരുടെ കണ്ണീരൊപ്പു, വലിയവനാകൂ. ഏട്ടാ, തടയരുത്. അളിയോ, ഇതെന്ത് മായ, ഇതെന്ത് ഭാഷ! ഈശ്വര, ഇവനതെല്ലാം ഇവിടുന്ന് പഠിച്ചു. മോനെ ഉണ്ണി, നീ ഒന്ന് പോയി അവനെ പിടിച്ചോണ്ടോടാ. അമ്മ കേട്ടില്ല തടയണ്ടെന്ന് പറഞ്ഞത്. നിക്കില്ല, അവന്റെ തലയ്ക്ക് കാര്യമായിട്ട് എന്തോ